മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഹാൻ എൻ്റർടൈൻമെൻറ്റ്സ്. മൈസെൽഫ് ശരണ്യ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിലെ ഏറ്റവും പുതിയ ചേഞ്ചസിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം ഇവിടെ രജിസ്റ്റേർഡ് ആയിരിക്കുന്ന എല്ലാവർക്കും, എൻറോൾഡ് നഴ്സുമാർക്കും രജിസ്റ്റേർഡ് നഴ്സുമാർക്കും ഓൾറെഡി ഇമെയിൽ കിട്ടിയിട്ടുണ്ടാവും ഈ ചേഞ്ചസിനെ പറ്റി. അതായത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന് നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിന് ഡൊമൈൻസ് ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഇത്രയും നാൾ 4 ഡൊമൈൻസ് ആണ് ഉണ്ടായിരുന്നത്. അത് പ്രധാനമായിട്ട് കൾച്ചറൽ സേഫ്റ്റി, നമ്മളുടെ നഴ്സിംഗ് നോളജ്, നമ്മളുടെ നഴ്സിംഗ് പ്രാക്ടീസ്, അങ്ങനെ പറഞ്ഞിട്ട് 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ അതൊക്കെ വരുന്നത് 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാനില്ല. അപ്പം ഇപ്പം അത് മാറി 6 എണ്ണം ആക്കിയിരിക്കുകയാണ് മെയിൻ ഡൊമൈൻസ്. പ്ലസ് നമ്മൾ അല്ലാതെ നമ്മളുടെ ട്രീറ്റി ഓഫ് വൈറ്റാങ്കിയുടെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് അതിന് എക്സ്ട്രാ ഡീറ്റെയിൽസും കൂടെ വരുന്നത് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ട് പാർലമെൻറ്റിൽ നടന്ന ട്രീറ്റി ഓഫ് വൈറ്റാങ്കി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം ഇപ്പം പുതിയ ഈ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് 4 എന്നുള്ളത് 6 എണ്ണമായിരിക്കുകയാണ്. അപ്പോൾ ഈ 6 എണ്ണം വരുമ്പം അതിൽ കൂടുതൽ നഴ്സിംഗ് നോളജ്, നഴ്സിംഗ്, അതുപോലെ തന്നെ ട്രീറ്റി ഓഫ് വൈറ്റാങ്കി ആയിട്ടുള്ള നമ്മുടെ പാർട്ട്ണർഷിപ്പ്, പാർട്ടിസിപ്പേഷൻ, അങ്ങനെയുള്ള കുറച്ചുകൂടി കൂടുതൽ നമ്മളുടെ എവിഡൻസ് ബേസ്ഡ് നഴ്സിംഗ് പ്രാക്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുകയാണ് ഈ പുതിയ ഡൊമൈൻസിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കറിയാം മെഡിക്കൽ ഫീൽഡ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലേണിംഗ് ആണ്, സെൽഫ് ലേണിംഗ് ആണ്, ഓരോ ന്യൂ സിറ്റുവേഷനിൽ നമ്മൾ ലേണിംഗ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ ഈ ഡൊമൈൻസ്, സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂസിലാൻഡിലെ ഓരോ നഴ്സുമാരും പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് അതാണ് നമ്മളുടെ ബൈബിൾ. ന്യൂസിലാൻഡ് നഴ്സസിൻ്റെ ബൈബിളാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക് അതാണ് നമ്മുടെ അടിസ്ഥാനം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അതിൻ്റെ സ്റ്റാൻഡേർഡിനൊത്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുമ്പോഴത്തേക്കല്ലേ നമ്മൾ നഴ്സിംഗ് രജിസ്റ്റർ ചെയ്യുമ്പം അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിന് ഇതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അതിൻ്റെ ആ കോമ്പിറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ക്യാപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ഡൊമൈൻസ് ചെയ്യുമ്പോൾ അറിയാം നമ്മൾ കോമ്പിറ്റൻസി ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ഫൈനൽ അസസ്മെൻറ്റ് ഈ കോമ്പിറ്റൻസി മീറ്റ് ചെയ്തു എന്നുള്ളതാണ് എക്സാമ്പിൾ നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ നഴ്സിംഗ് ക്യാപ്പല്ല, BN പഠിക്കുന്ന, ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാം. അപ്പോൾ ഈ ചേഞ്ചസ് വരുന്നത് April 1, 2025 മുതലാണ്. ജനുവരി തൊട്ട് ഇത് പുതിയ ചേഞ്ചസ് ഇൻ പ്ലേസ് ആണ് എന്നില്ല പോലും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ചേഞ്ചസ് വരുന്നത് 2025 April മുതലാണ്. അപ്പം സ്റ്റുഡൻസിന്, അതായത് നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ ഇത് പ്രാക്ടീസ് തുടങ്ങുന്നത് 2026 തൊട്ടിട്ടാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അവർ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു അവസരം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ന്യൂസിലാൻഡിൽ കറണ്ട് ആയിട്ടുള്ള നഴ്സുമാർ PDRP ചെയ്തിട്ടില്ലാത്ത നഴ്സുമാർക്ക് ഒരു ഈസിയസ്റ്റ് വേ ആണ് ഇപ്പം ഈ ഒരു 3 മാസം. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ PDRP നമ്മൾ PDRP എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് റെക്കഗ്നീഷൻ പ്രോഗ്രാമാണ്. നമ്മൾ PDRP ചെയ്യുമ്പം നമ്മളിപ്പം ഈ ഒരു ഇപ്പം ചെയ്യുവാണ്, ഈ April 1, 2025 മുമ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ 4 ഡൊമൈൻസിൻ്റെ എക്സാമ്പിൾ എഴുതിയാൽ മതി. എക്സ്ട്രാ 2 കൂടെ എഴുതുന്നു പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമല്ല, എനിക്കറിയാം. എന്നിരുന്നാൽ പോലും നമ്മൾ ഫാമിലിയും പിള്ളേരും നമ്മളുടെ വർക്കും എല്ലാത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ PDRPക്കുള്ള ടൈം കണ്ടെത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 4 ഡൊമൈൻസ് എഴുതിയാൽ മതി. ഈ April മുമ്പ് വെക്കുവാണെങ്കിൽ അതിൽ നമുക്ക് ആകെ വെക്കാൻ 2 സമയമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ഫസ്റ്റ് വീക്കും മാർച്ച് ഫസ്റ്റ് വീക്കുമാണ് ഇനിയുള്ള സബ്മിഷൻ ഡേറ്റ്സ്. അപ്പം ശരിക്കും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഹോളിഡേയ്സിന് അതില്ല. അപ്പം ശരിക്കും നമ്മളിപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഫെബ്രുവരി തന്നെ സബ്മിറ്റ് ചെയ്യാം. നമ്മൾ April കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക്
ഡൊമൈൻസിന് എക്സാമ്പിൾ എഴുതണം. അതും പുതിയ എക്സാമ്പിൾ ആകുമ്പോൾ നമുക്കൊരു മോഡലില്ല എങ്ങും നോക്കി എഴുതാൻ. ബാക്കി എല്ലാത്തിനും മോഡലുണ്ട്. പക്ഷേ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഓഡിറ്റിന് വേണ്ടി 2025 ഏപ്രിൽ തൊട്ടെന്നാണ്. അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് PDRP അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി എന്തെങ്കിലും പുതിയ മാറ്റങ്ങളുണ്ടോ എന്ന് 2025 ജനുവരിയിലാണ് അവർ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൻ്റെ ഡൊമൈൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാനായിട്ടിരിക്കുകയാണ്. അത് ഓൾറെഡി ഞാൻ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം പുതിയ ചേഞ്ചസ് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുതിയ ചേഞ്ചസിനെ പറ്റി ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അഹാൻ എൻ്റർടൈൻമെൻറ്റ്. സീൻ അനദർ വീഡിയോ. ബൈ ബൈ.